അങ്ങനെ 600 കോടി രൂപ മുതൽ മുടക്കിൽ നമ്മുടെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നും കൽക്കി 2898 AD സിനിമ റിലീസായിട്ടിരിക്കുക കേട്ടോ. സിനിമ തെലുങ്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നാഗ് അശ്വിൻ ആണ് സിനിമയുടെ ഡയറക്ടർ. ഈ സിനിമയിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോളിവുഡിൽ നിന്നും നമ്മുടെ അമിതാഭ് ബച്ചൻ, ദിശ പട്ടാനി, ദീപിക പഡുക്കോൺ ഇങ്ങനെയുള്ള ഒരുപാട് താരനിരകളുള്ള ഒരു സിനിമയാണ്. തമിഴിൽ നിന്ന് ഉലക നായകൻ കമലഹാസൻ ഉണ്ട് പടത്തില്. ആളുടെ പ്രസൻസ് നല്ലൊരു ഗംഭീരമായിട്ടുള്ള പ്രസൻസ് ആൾക്കുണ്ട്. പിന്നെ ഇതിൽ വേറെ കാര്യം എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ മലയാളത്തിൽ നിന്നും അന്നാബൻ, എന്താ പറയുക, ഒരു ഇന്റർനാഷണൽ മൂവിയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ, അതുപോലത്തെ ഒരു ലുക്കിലാണ് ആളുടെ ഒരു എന്താ പറയാ, ആളുടെ ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ആള് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡബിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓവറോൾ ഡബിങ്, ഇപ്പൊ മലയാളത്തിൽ നിന്നുള്ളവരൊക്കെ ഡബിങ് അവർ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഗ്രാഫിക്സ് ഒക്കെ അമ്മാരതി ഗ്രാഫിക്സാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സീക്വൻസും വളരെ മനോഹരമായിട്ടുള്ള സീക്വൻസ് ആണ്. പിന്നെ നമുക്ക് ഇതിൽ നമ്മൾ സിനിമ കാണുമ്പോൾ തീർച്ചയായിട്ടും 4K തിയേറ്ററിൽ തന്നെ പോയി കാണണം. ആ സിനിമയുടെ സൗണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക്സ്, പിന്നെ ഇപ്പൊ 2D 3D ഒക്കെ സിനിമയുണ്ട്. അതുപോലെ തന്നെ ഇതില് അമിതാഭ് ബച്ചൻ, ദീപിക പഡുക്കോൺ, ദിശ പട്ടാനി ഇവരെല്ലാവരും നല്ല ഗംഭീരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രഭാസിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങി ഹാഫ് ഇന്റർവൽ വരെ നമുക്ക് ഒരു ചെറിയൊരു ലാഗിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം പ്രഭാസിന്റെ ഒക്കെ ചെറിയൊരു ചളി കോമഡിയൊക്കെ വന്നു. അതൊന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ കോമഡികളൊക്കെ ഉണ്ട്. അത് നമുക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാൻ പറ്റും. കാരണം നമുക്കതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴാണ് സിനിമയുടെ ഒരു മുഖം, അതായത് സിനിമ തന്നെ മാറ്റിമറിയൂ എന്ന് പറയില്ല, അതാണ് ഹാഫ് ടൈമിൽ വന്നേക്കുന്നത്. കാരണം അത് കഴിഞ്ഞിട്ടാണ് അമിതാഭ് ബച്ചൻ, അതുപോലെ തന്നെ കമലഹാസൻ, ഇവരൊക്കെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് തന്നെ ആ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിലൊരു സീനുണ്ട്, പ്രഭാസും അമിതാഭ് ബച്ചനും തമ്മിലുള്ള ഒരു സീക്വൻസ്. അത് എന്താ പറയാ, നല്ലൊരു അടിപൊളി ഗ്രാഫിക്സ് വർക്കിൽ ചെയ്തിരിക്കുന്ന സംഭവമാണ്. അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നിന്നും ഹോളിവുഡ് ലെവലിലേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കൽക്കി സിനിമ. കാരണം എന്താ പറയാ, അത്രയ്ക്ക് നല്ല ഗംഭീരമായിട്ടുള്ള ഗ്രാഫിക്സ് ആണ് സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്നും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടം തമ്മിൽ കണക്ട് ചെയ്തേക്കാണ് സിനിമ. അങ്ങനെയാണ് സിനിമയുടെ ഒരു തീമായിട്ട് വരുന്നത്. ഇതെല്ലാം കൂടിയിട്ട് അവസാനം ഒരു ഗ്രാഫിക്സ് വർക്ക്, എൻ്റെ അമ്മ ഒന്നും പറയേണ്ട, കാരണം അത്രയ്ക്കും ഗംഭീരമാണ്. പിന്നെ സിനിമയെ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ലാഗ് സ്റ്റാർട്ടിങ് തുടങ്ങി ഹാഫ് ഇന്റർവൽ വരുമ്പോൾ തന്നെ നമുക്കൊരു ലാഗിങ് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് നമുക്കൊരു ഡ്രോപ്പ് ബാക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ ഓവറോൾ ക്യാമറ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കണ്ടത് പെരുമ്പാവൂർ EVM അറ്റ്മോസിലാണ് നമ്മൾ കണ്ടത്. എന്താ പറയുക, നല്ല സൗണ്ട് സിസ്റ്റം ആയിരുന്നു തിയേറ്ററിൽ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല സൗണ്ടുള്ള തിയേറ്ററിൽ തന്നെ നിങ്ങൾ പോയി കാണാൻ ശ്രമിക്കാം മാക്സിമം.